നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിക്കുന്നതിലേക്ക് വരെ കോൺഗ്രസിന്റെ അണികൾ അധപ്പതിച്ചിരിക്കുന്നു. ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടിക്കിടയിലാണ് അണികൾ ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും ചീത്ത വിളിക്കുന്നത് കേട്ടത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, മറ്റു വലിയ വലിയ കോൺഗ്രസ് നേതാക്കളൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു. ഒരാൾ പോലും അത് തടസ്സപ്പെടുത്തുന്നത് നമ്മൾ ആരും കണ്ടില്ല, കേട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇലക്ഷൻ വരുന്ന സമയത്ത് ഭരിക്കുന്നവരും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളും തമ്മിൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ചേർന്ന് നരേന്ദ്രമോദിയെ വ്യക്തിഹത്യ നടത്തുക, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക. ഇത്തവണ അദ്ദേഹത്തിൻ്റെ അമ്മയെ വരെയാണ് വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രിയുടെ അമ്മ 99ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. 2001 മുതൽ 2014 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. 2014 മുതൽ നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നിട്ടുകൂടെ അവരുടെ മുറിയിൽ ഏറ്റവും ലളിതമായിട്ട് ഒരു സന്യാസിനി എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ ജീവിച്ചിരുന്ന ഒരു പുണ്യവതിയായ അമ്മയായിരുന്നു അത്. ആ അമ്മയെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ചെയ്ത വീരന്മാരുടെ അണികളെല്ലാവരും കൂടെ ചീത്ത വിളിച്ചത്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ മരണ വ്യാപാരി എന്നായിരുന്നു ഒരിക്കൽ വിശേഷിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തെ ചായ്വാല എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. ചൗക്കീദാർ ചോർഹെ എന്ന് വിളിച്ചിട്ടുണ്ട്. നീചനാക്കിയിട്ടുണ്ട്. ദുര്യോധനൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. രാവണനാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി 2007 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന ഗോദ്ര കലാപം അദ്ദേഹം നടത്തിയതാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കെ ചായ്വാല എന്ന് വിളിച്ചാണ് അദ്ദേഹത്തെ കോൺഗ്രസ് അധിക്ഷേപിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ട നരേന്ദ്രമോദിയുടെ കുടുംബം വളരെ ദരിദ്ര അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അമ്മയെ സഹായിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽപ്പനയ്ക്ക് പോയിരുന്നു. അങ്ങനെ ചായ വിൽപ്പന നടത്തിയിരുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയൊന്നുമില്ല, റെയിൽവേ സ്റ്റേഷനിൽ ഇനിയും ഞങ്ങളൊക്കെ പോകുമ്പോൾ ചായ തന്നാൽ മതി എന്നാണെന്ന് കോൺഗ്രസ് പറഞ്ഞത്. പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയൊക്കെ പിന്നെ നെഹ്റു കുടുംബത്തിനാണോ എഴുതി വെച്ചു കൊടുത്തിരിക്കുന്നത്? പിന്നെ അദ്ദേഹത്തെ നീചനെന്ന വാക്ക് ഉപയോഗിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്, ദുര്യോധനനാക്കിയിട്ടുണ്ട്, രാവണനാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്രമാത്രം നീചവാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കാമോ അതെല്ലാം കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നേതാക്കന്മാർ തന്നെ തുടങ്ങിക്കാണിച്ചാൽ പിന്നെ എങ്ങനെയാണ് അണികൾ നല്ലവരായിരിക്കുന്നത്? ഇന്ത്യയിലെ എല്ലാ ലൊട്ടിലൊടുക്ക് പാർട്ടികളും ചേർന്നിട്ടാണ് BJP എന്ന ഒരൊറ്റ പാർട്ടിയെ ഇലക്ഷനിൽ നേരിടുന്നത്. ഇവരുടെ എല്ലാ ഇലക്ഷൻ പരിപാടികളും ശ്രദ്ധിച്ചോളൂ. BJP എന്ന പാർട്ടി അല്ല ഇവർക്ക് എതിരാളി. ഇവരുടെ എതിരാളി നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയായിരിക്കും. നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഇല്ലാണ്ടാക്കിയാൽ BJP തകരുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. ചാണക്യൻ്റെ അതിപ്രശസ്തമായൊരു വാക്യമുണ്ട്: ഒരു രാജ്യത്തെ പ്രതിപക്ഷങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാൽ ആ രാജ്യത്തെ രാജാവ് സത്യസന്ധനും അതിശക്തനുമാണെന്ന് മനസ്സിലാക്കണമെന്ന്.